മാഡം ഈ ഇപ്പോഴത്തെ തലമുറ ഇപ്പൊ ഫേസ്ബുക്ക് ട്വിറ്റർ ബ്ലോഗുകൾ എന്നുള്ള ഒരു കാലഘട്ടത്തിലോട്ട് കടന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കാലത്തിലും വായനയുടെ പ്രസക്തി നമ്മുടെ യുവതലമുറയുടെ മാഡത്തിന് എങ്ങനെയാണ് പറയാൻ താല്പര്യം? അല്ലേ, വായന എന്ന് പറയുന്നത് എനിക്ക് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. വായന എക്സ്റ്റെൻഡഡ് മീനിങ്ങില് എല്ലാ സാധനവും വായനയാണ്. നിങ്ങൾ വായന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബുക്ക് പ്രോപ്പർ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഒന്ന് കുറെ കാര്യം കീപ്പ് ചെയ്യുമല്ലോ. നമ്മള് മിക്കതും എന്നിട്ട് അത് പോവും. ബുക്ക് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്ന പോലെ ഇറ്റ്സ് ലൈക്ക് ഫോട്ടോഗ്രാഫ്. നമ്മൾ ഡിജിറ്റൽ ഉണ്ടാവുമ്പോഴും സ്റ്റിൽ വി ഹാവ് സർട്ടൻ ഫോട്ടോഗ്രാഫ്സ്, സ്നാപ്സ് കീപ്പ് ചെയ്യുന്നല്ലേ നമ്മള്. അതേപോലെ ബുക്സ് എല്ലാ കാലത്തും നിൽക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞൂടെ വേറെ ഞാൻ ആ ഇടയ്ക്ക് വരുന്ന ജനറേഷൻ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ. സോ നമുക്ക് മറ്റേത് കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഇതിന്റെ കൂടെ ചെറിഷ് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട് ബുക്കിനോട് അറ്റാച്ച്ഡ് ആയിട്ട്. അതായത് ഈ ബുക്കുമായിട്ട് ചോദിച്ചു ഇപ്പോഴത്തെ തലമുറ ഈ ബുക്കുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നിന്ന് വിട്ടു പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഹാർഡ് കോപ്പി ബുക്കിനോടൊരു സ്നേഹം സോഫ്റ്റ് കോപ്പീസ് ഉണ്ടല്ലോ നമുക്ക്. അതിൽ നിന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹാർഡ് കോപ്പി ബുക്കിൽ നിന്നുള്ള കൺസെപ്റ്റ് മാറുന്നത്. പക്ഷെ നമുക്ക് പോലും വീട്ടിൽ വലിയ ലൈബ്രറി ഉള്ളതാണ്. അച്ഛന് വലിയ ലൈബ്രറി കിട്ടിയുന്ന ആളാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രവണത കുറഞ്ഞു വരിക. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വി ഡോണ്ട് ലൈക്ക് ടു കീപ് ബുക്സ്. അത് പൊടി പിടിക്കും, അതിന്റെ മെയിൻ്റെനൻസ് അത് ഒരു ഫാക്ട് ആണ്. അതിനോടുള്ള കുറച്ച് വളരെ സെലക്ടഡ് ഫ്യൂ അല്ലാതെ ഡോണ്ട് ലൈക്ക് ടു കീപ് ബുക്സ് ഇൻ സ്പൈറ്റ് ഓഫ് ദ റീഡിംഗ് ദാറ്റ് വി ഡു. നമുക്ക് എന്റെ അച്ഛന്റെ ജനറേഷൻ ചെയ്യുന്ന അത്രയും ബുക്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, എല്ലാ സാധനവും നമുക്ക് അവൈലബിൾ ആണല്ലോ. വിരൽത്തുമ്പത്ത് ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ നമ്മളിത് റീറ്റെയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടുമാണ്. അപ്പൊ ഇത്രയും കാലം വായിച്ചതിൽ ഇൻസ്പയർ ചെയ്തൊരു എഴുത്തുകാരൻ എന്ന് പറയാൻ ആരാണ്? എഴുത്തുകാരി റൈറ്റർ എനിക്ക് എമിലി കോണ്ടെ ആണ് ഓൾ ടൈം. വൂത്തറിംഗ് ഹൈറ്റ്സ് ആണ് ഓൾ ടൈം. പിന്നെ ഇപ്പോഴുള്ള എനിക്ക് കുറച്ച് ജെൻഡർ ബയാസ് ഉണ്ട്. അപ്പൊ എനിക്ക് സാറ ജോസഫ് മൈ ഫേവറേറ്റ്. പിന്നെ തമിഴ് ദളിത് റൈറ്റർ പാമ ഉണ്ട്. പാമ അഗൈൻ ഇസ് മൈ ഫേവറേറ്റ്. എല്ലാ വിമൻ റൈറ്റേഴ്സ് വിത്ത് ദ ബെൻഡ് ഓഫ് മൈൻഡ് അങ്ങനെയുള്ള ആൾക്കാർ ഹാഡ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ്. ഈ പുസ്തകമേള ഇപ്പോൾ DC സംഘടിപ്പിക്കുകയാണ്, 13ാമതായാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ മേളകളും ഈ ഇനിഷ്യേറ്റീവ്സും ഒക്കെ നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം പ്രസക്തി ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നിൽക്കുന്നു? എല്ലാ ഫെസ്റ്റിവലുകൾക്കും എല്ലാ ഈ ഗ്യാതറിങ്സിലും ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. ഞാൻ ഒരു ബിലീവർ അല്ല, എന്നാലും ഞാൻ എല്ലാ ഉത്സവങ്ങൾക്കും പോവാറുണ്ട്. പുസ്തകോത്സവം എന്ന് പറയുന്ന ഒരു നീച്ച് ക്രൗഡിനെ അഡ്രസ് ചെയ്യുന്നതാണല്ലോ. ഈ ക്രൗഡ് എല്ലാ സമയത്തും ഉണ്ടാവും. കാരണം ഇപ്പൊ ഫെസ്റ്റിവൽ സർക്യൂട്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെതായ റീഡേഴ്സിന് സർക്യൂട്ട് ഉണ്ട്. അതൊരു ഭയങ്കര ക്ലോസ് ലിങ്ക്ഡ് ആണ്. അവർക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ്. ഇതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് റെലവൻസ് ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മേഡം, ഇപ്പോ ചേതൻ ഭഗത്തിന്റെ ബുക്കുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. മലയാള സാഹിത്യത്തിനോട് കേരളത്തിലെ യുവതിയുവാക്കൾക്കൊരു അകൽച്ച ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയില്ല. ചേതൻ ഭഗത്ത് സെല്ലിനെ പോലെ തന്നെ നമ്മള് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിൽസൺ ബൂൺ ആയിരുന്നു. ഏർലിയർ നമ്മൾ ഫേമസ് ഫൈവും സീക്രട്ട് സെവനും വായിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. ആ സെയിം ജനറേഷനാണ്. അപ്പോഴും നമ്മള് മറ്റേ ജെഫ്രി ആർച്ചറും ഒക്കെ വായിക്കുമായിരുന്നു. ആ സമയത്തുള്ള അമേരിക്കൻ ത്രാഷ് നമ്മളെ ഭയങ്കര അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ചേതൻ ഭഗത്ത് ഒക്കെ അങ്ങനെയെങ്കിലും നമുക്ക് ആശ്വസിക്കാന്നേ ഉള്ളൂ. മലയാളത്തിനോട് അങ്ങനെ ഒരു ഇത് അങ്ങനെ പറയുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം അന്നും നമ്മൾ മലയാളം ഇതിന്റെ കൂടെ തന്നെ പാരലായിട്ട് വായിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് ഐ കൻ ടോക്ക് അബൌട്ട് മൈ ജനറേഷൻ. നമ്മൾ അങ്ങനെയായിരുന്നു. ആ സമയത്തും മിൽസൺ ബൂണും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദീദി ദാമോദരൻ, റേഡിയോ DC 90.4 പോലുള്ള ശ്രോതാക്കൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും.